നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വേലിപ്പാടം കവരംപള്ളിയിലെ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് പറമ്പുകൾ കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 6 മണിക്കൂറിന് ശേഷം. ആയിരക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി നിഗമനം. K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പരിശോധനയിൽ തീരദേശത്ത് നിന്ന് രാസലഹരിയും കഞ്ചാവുമായി കിളിവിഷ്ണുവിനെയും സംഘത്തിനെയും പിടികൂടി. MDMA, കഞ്ചാവ്, ത്രാസുകൾ, സിപ്ലോക്ക് കവറുകൾ, മൊബൈലുകൾ എന്നിവ കണ്ടെടുത്തു. വാർത്തകൾ വിശദമായി. വേലിപ്പാടം കവരംപള്ളിയിലെ തീപിടുത്തത്തിൽ സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് പറമ്പുകൾ കത്തിനശിച്ചു. 6 മണിക്കൂറിന് ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കിയത്. ആയിരക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി നിഗമനം. തിങ്കളാഴ്ച രാവിലെ 10:30 KFRIയുടെ മുള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നത്. ഇവിടെ നിരവധി മുളകൾ കത്തിനശിച്ചു. തിങ്കളാഴ്ച രാവിലെ 10:30 KFRIയുടെ മുള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നത്. ഇവിടെ നിരവധി മുളകൾ കത്തിനശിച്ചു. തൊഴിലാളികൾ ചേർന്ന ഗവേഷണ കേന്ദ്രത്തിലെ തീ അണച്ചുവെങ്കിലും കാറ്റിന്റെ ശക്തിയിൽ സമീപത്തെ പറമ്പുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പറമ്പുകളിലെ നിരവധി തെങ്ങ്, കവുങ്ങ്, റബ്ബർ, വാഴ, കശുമാവ് എന്നിവ കത്തിനശിച്ചു. നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും വനപാലകരും ചേർന്നാണ് ആദ്യം തീ കെടുത്താൻ ശ്രമം നടത്തിയത്. വ്യാപകമായി തീ പടർന്നതോടെ ഫയർഫോഴ്സിനെ വിളിച്ചെത്തിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് തീ പിടിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് പ്രതിസന്ധിക്ക് ഇടയാക്കി. ഇതിനിടെ പറമ്പുകൾ ഏറെയും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെള്ളം പമ്പ് ചെയ്യാതിരുന്നത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനിടെ മലയോര കർഷക സമിതി പ്രവർത്തകർ വാഹനത്തിൽ വെള്ളം എത്തിച്ച് തീയണയ്ക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പരിശോധനയിൽ തീരദേശത്ത് നിന്ന് രാസലഹരിയും കഞ്ചാവുമായി കിളിവിഷ്ണുവിനെയും സംഘത്തിനെയും പിടികൂടി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിനായി K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് എറിയാട് SN നഗറിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച് കച്ചവടം നടത്തുന്ന എറിയാട് കിളിവിഷ്ണു എന്ന് വിളിക്കുന്ന ചീനവളയത്ത് വീട്ടിൽ വിഷ്ണു, ഇയാളുടെ കൂടെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി പ്രവർത്തിച്ചിരുന്ന കാര സ്വദേശിയായ എടമുട്ടത്ത് വീട്ടിൽ സൂരജ് 27 വയസ്സ്, ചളിയിൽ വീട്ടിൽ വിഷ്ണു 28 വയസ്സ് എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BKയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കയ്യിൽ നിന്നും സിന്തറ്റിക് മയക്കുമരുന്നായ 3.3 ഗ്രാം MDMA, 35 ഗ്രാം കഞ്ചാവ്, 4 ത്രാസുകൾ, സിപ്ലോക്ക് കവറുകൾ, ഇവർ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന മൊബൈലുകൾ എന്നിവ കണ്ടെടുത്തു. ചാലക്കുടി കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പുരോഗമന കലാസാഹിത്യ സംഘം, പട്ടികജാതി ക്ഷേമ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹത്തിൽ മാർച്ച് 6 രാവിലെ 10:30 മുതൽ കലാഭവൻ മണി അനുസ്മരണവും അവാർഡ് ദാനവും നടക്കും. ഈ വർഷത്തെ കലാഭവൻ മണി കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റിന്റെ പുരസ്കാരം പ്രശസ്ത ഗായകൻ പന്തളം ബാലന് സമ്മാനിക്കും. 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്ത മിമിക്രി സിനി ആർട്ടിസ്റ്റും സംവിധായകനും അവതാരകനുമായ രമേശ് പിഷാരടി ഉദ്ഘാടനം നിർവഹിക്കും. കലാസാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ ചടങ്ങിൽ സംബന്ധിക്കും. യുവതിയുടെ അസ്വാഭാവിക മരണത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. മതിലകം കഴിവിലങ്ങിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ 34 വയസ്സുള്ള യുവതിയാണ് മരിച്ചത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കഴിവിലങ്ങിൽ ചേനോത്ത് പറമ്പിൽ പ്രശാന്ത് എന്നയാളുമായി അടുപ്പമാവുകയും പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചു വരികയുമായിരുന്നു. യുവതിയുടെ അസ്വാഭാവിക മരണത്തിന് കാരണക്കാരനായത് നിലവിലുള്ള ഭർത്താവിന്റെ പീഡനവും ഉപദ്രവവുമാണെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ പ്രശാന്തിനെ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വേലിപ്പാടം കവരംപള്ളിയിലെ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് പറമ്പുകൾ കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 6 മണിക്കൂറിന് ശേഷം. ആയിരക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി നിഗമനം. K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പരിശോധനയിൽ തീരദേശത്ത് നിന്ന് രാസലഹരിയും കഞ്ചാവുമായി കിളിവിഷ്ണുവിനെയും സംഘത്തിനെയും പിടികൂടി. MDMA, കഞ്ചാവ്, ത്രാസുകൾ, സിപ്ലോക്ക് കവറുകൾ, മൊബൈലുകൾ എന്നിവ കണ്ടെടുത്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു.
നമസ്കാരം.